ഹായ് നമസ്കാരം, ഫാസിലാണ്. എൻ്റെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിന് മുന്നും പല സുഹൃത്തുക്കളും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ കാര്യങ്ങൾ. പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഒരിക്കൽ കൂടി ഞാൻ പറയാം. കാരണം ആ സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ഇതാണ്. കാരണം ഈ രാസവളങ്ങൾ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് ദോഷമല്ല. കാരണം അത് അതിൽ തന്നെ പറ്റി പിടിച്ച് കിടന്നിട്ട് നമ്മൾ പിന്നീട് അതിൽ ഫ്രൂട്ടായിട്ട് നമ്മൾ കഴിക്കുന്ന ടൈമിൽ അത് വിഷമല്ല നമ്മുടെ ഉള്ളിൽ വരുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ധാരണ അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം നമ്മൾ രാസവളങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജൈവ രീതിയിൽ നമ്മൾ NPK വളങ്ങൾ നമ്മൾ കൊടുക്കുന്ന അതേപോലെ തന്നെ രാസ രീതിയിലും നമ്മൾ വളങ്ങൾ കൊടുക്കുന്നത്. കാരണം അത് ആ കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ ചെടിക്ക്. അത് ഒരിക്കലും പോയിസൺ അല്ല കേട്ടോ. പക്ഷേ രാസവളം നമ്മൾ മണ്ണിൽ കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ മണ്ണിലെ ജൈവാംശം നഷ്ടപ്പെടും, അതേപോലെ സൂക്ഷ്മ ജീവാണുക്കൾ നഷ്ടപ്പെടും, അത്രമാത്രം. അതുകൊണ്ടാണ് രാസവളം നമ്മൾ മണ്ണിൽ കൊടുക്കരുത് എന്നുള്ളത് പറയുന്നത്. ഇലകൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 10 മണിക്കൂറിനുള്ളിൽ തന്നെ അത് ഇലകളിൽ നിന്ന് വലിച്ചെടുക്കും. കാരണം 3 മണിക്കൂർ കൊണ്ട് തന്നെ അത് വലിച്ചെടുക്കും. ബാക്കിയുള്ളതൊക്കെ ആവിയായിട്ട് പോവുകയുള്ളൂ ചെയ്യുക. അപ്പോൾ ഇതൊരു 2 ദിവസം 3 ദിവസം കഴിഞ്ഞാലൊന്നും ഇത് ചെടികളിൽ ഇതിൻ്റെ അംശമൊന്നും തന്നെ ഉണ്ടാവുന്നതല്ല കേട്ടോ. പക്ഷേ നമ്മൾ കീടനാശിനികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. കാരണം അത് പോയിസണാണ്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോൾ കായൊക്കെ തുടങ്ങുന്ന ടൈമിലൊക്കെയാണ് കീടശല്യം കൂടുതലായിട്ട് വരിക. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് നമ്മളെ കായിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ തിന്നു കഴിഞ്ഞാൽ നമ്മളെ വയറ്റിലേക്ക് പോയിസൺ വരുന്നതുമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കീടനാശിനികൾ അധികം നമ്മൾ ഫ്രൂട്ട് പ്ലാന്റിലോ അല്ലെങ്കിൽ പച്ചക്കറി കൃഷിയിലോ നമ്മൾ ഉപയോഗിക്കരുത് എന്നുള്ളത് പറയുന്നത്. നമ്മൾ രാസവളം നമ്മൾ ഉപയോഗിച്ചെന്ന് വെച്ചിട്ട് യാതൊരുവിധ കുഴപ്പമില്ല. അത് പോയിസൺ അല്ല, അത് ജസ്റ്റ് കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ. അത്ര മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. കാരണം നൈട്രജൻ അയച്ചാൽ നൈട്രജൻ നമ്മളിപ്പോൾ ജൈവ രൂപത്തിൽ കൊടുത്താലും നമുക്ക് നൈട്രജൻ അല്ല കിട്ടുന്നത്. അതേപോലെ തന്നെ രാസ രൂപത്തിൽ കൊടുത്താലും അങ്ങനെയാണ് കിട്ടുന്നത്. മണ്ണ് കൊടുക്കുമ്പോൾ മാത്രം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ.